പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷയുടെ കാര്യങ്ങളിൽ ഇനി ഞാനുണ്ടാകും ഇടപെടാനെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ അഭിഷേക്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഇഷയോട് ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാനും കൂടെ വരാമെന്ന് വ്യക്തമാക്കുകയാണ് അഭിഷേക്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇഷയ്ക്കും വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഇഷ പ്രതീക്ഷിച്ചതല്ല. ഇതോടെ ഇഷ അഭിഷേകിനോട് കൂടെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കാര്യങ്ങൾ നമുക്ക് എന്തായാലും സോർട്ട് ഔട്ട് ചെയ്യാം അഭിഷേക്. ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ധൈര്യമായി മുന്നിലേക്ക് പോകാം. എവിടെയാണ് കാര്യങ്ങൾ വന്നു നിൽക്കുക എന്ന് കാണാമല്ലോ. ഇതേ തുടർന്ന് അഭിഷേകിനെയും കൂട്ടിക്കൊണ്ടുള്ള യാത്ര പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ്. കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ഡോക്ടറെ ചെന്ന് കണ്ട് ചെക്കപ്പുകൾ നടത്തിയതിന് ശേഷം തിരികെ വരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടേക്ക് രാഹുൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്നത്. കാറിൽ വന്നിറങ്ങുന്ന രാഹുൽ ഇതോടെ അവരുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതോടെ അഭിഷേക് അത് തടയുന്നതിനായി ശ്രമിക്കുകയാണ്. എന്താ രാഹുൽ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇഷ, നീ എൻ്റെ ഭാര്യയാണ്, അവൻ്റെ കൂടെയല്ല, എൻ്റെ കൂടെയാണ് നീ സഞ്ചരിക്കേണ്ടത്. മനസ്സിലായോ? കയറ്, കാറിൽ കയറ്. ബാക്കി ഉള്ളതെല്ലാം നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം. ഇല്ല, ഞാൻ വരില്ല. ഇടി, വരാനാ പറഞ്ഞത് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് രാഹുൽ ബലം പ്രയോഗിക്കുകയാണ് ഇപ്പോൾ ഇഷയുടെ മേൽ. ഇത് കണ്ടു നിൽക്കുന്ന അഭിഷേക് ആകട്ടെ ബലം പ്രയോഗിച്ചുകൊണ്ട് ഇഷയെ നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ലടാ എന്ന് പറയുന്നു. ഇതൊക്കെ പറയാൻ നീ ആരാണാവോ? നീ എന്തിനാണ് അവളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ഇത് എൻ്റെ ഭാര്യയുടെ കാര്യമാണ്. അവൾ ആരുടെ കൂടെ പോകണം, എവിടെ പോകണം, എന്തിനു പോകണം മുതലായ കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുക, അല്ലാതെ നീയല്ല. നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതി. മനസ്സിലായോടാ എന്ന് ചോദിക്കുകയാണ് രാഹുൽ. ഇതോടെ അഭിഷേക് ആകെ നാണം കെടുന്നു. മാത്രവുമല്ല, ഈ ബഹളം കേട്ട് ആളുകളും മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാര്യങ്ങൾ തൽക്കാലത്തേക്ക് വിട്ടുകളയുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം ഇതോടെ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. പക്ഷേ ഇതേ സമയം തൻ്റെ പുതിയ നീക്കങ്ങൾ ഉടൻ തന്നെ നീക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇഷയുടെ ഭർത്താവായ രാഹുൽ. പോകുന്നതിനിടയ്ക്ക് ഇഷയോട്, നീയും അവനുമായുള്ള രഹസ്യബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട് അല്ലേടി? ഇനി അത് പറ്റുകയില്ല. നീ ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ മതി പിഴച്ചവളെ. അല്ലാതെ അവളുടെ കൂടെ അഴിഞ്ഞാടി ഇനി ജീവിക്കാം എന്നുള്ള ആഗ്രഹമാണ് നിനക്ക് ഉള്ളത് എങ്കിൽ അതൊരിക്കലും നടക്കുകയില്ല. ഞാൻ അത് ഇപ്പോൾ തന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. മനസ്സിലായോ? അടങ്ങി ഒതുങ്ങി എൻ്റെ വാക്ക് കേട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ തിരിച്ചടി നിനക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതോടെ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട രാഹുൽ. നീ എന്നെ തൊടുന്നത് പോലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാനത് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ സമ്മതമൊന്നും ഇനി എനിക്ക് വേണ്ടടി. കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. നിന്റെയൊന്നും ഔദാര്യത്തിലല്ല ഞാനിവിടെ ജീവിക്കുന്നത്. അത് നീ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം.
സത്യങ്ങളെല്ലാം ഞാൻ നിന്റെ തന്തയോട് വിളിച്ചു പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നിനക്ക് അറിയാമല്ലോ. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതോടെ ഇഷയൊന്ന് ഞെട്ടിപ്പോവുകയാണ്. ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് ഇഷ വന്നതിനെ തുടർന്ന് ഇഷയെ ചെന്ന് കാണുന്ന വേലക്കാരി രാഹുൽ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും അച്ഛനോട് അത് സ്വന്തം പേരിൽ എഴുതി വാങ്ങാൻ പറഞ്ഞതായി പറയുകയും ചെയ്യുന്നു. ഇതോടെ ഇഷയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.